ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കുറച്ച് പച്ചക്കറി നടാൻ പോവുകയാണ്. അപ്പോൾ നല്ല വിഷരഹിത പച്ചക്കറികൾ വീട്ടിലോട്ട് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈകൾ ഇന്ന് നടാൻ പോവുകയാണ്. വിത്ത് നടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നല്ല മണ്ണ് ഇവിടെ കിട്ടുക. മണ്ണ് കുറച്ചെടുക്കുക. നമ്മുടെ ഈ തോടിൻ്റെ സൈഡിൽ നിന്ന് മണ്ണാകുമ്പോൾ നല്ല അലൂവിയൽ സോയിൽ കിട്ടും. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ആദ്യം കുറച്ച് മണ്ണിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി നാരുകളെല്ലാം മാറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് ജൈവവളമാണിത്, ആ വളം കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മണ്ണും വളവും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ അങ്ങ് എടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ഈ വളം നമുക്ക് പയ്യെ നമുക്ക് ട്രെയിലോട്ട് നിറയ്ക്കാം കേട്ടോ. വളവും മണ്ണോടെ മിക്സ് ചെയ്ത് നമുക്ക് ട്രെയിലോട്ട് നിറച്ചിങ്ങനെ എടുക്കാം. അപ്പോൾ എല്ലാ ഹോൾസിലും നമ്മളിത് ട്രെയിലിട്ട് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മൾ അതിലുള്ള വിത്ത് ആദ്യം നമ്മൾ കുക്കുംബർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 2 ലൈനിൽ നമ്മൾ കുക്കുംബറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുക്കുംബറെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത് എടുക്കുന്ന പയറാണ്. ഈ പയർ നമ്മളൊരു 2 ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. തട്ടാത്തിപ്പയറാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് വെണ്ടയുടെ വിത്ത് എടുത്തിട്ടുണ്ട്. ഈ വെണ്ട വിത്ത് നമ്മൾ ഒരു 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്താട്ടോ എല്ലാം വെക്കുന്നത്. മിക്സ് ചെയ്താണ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ലാസ്റ്റ്. അപ്പം ഒരു 2 ലെയർ വെണ്ടയുടെ വിത്ത് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് ഹൈബ്രിഡ് പച്ചമുളകാണ്. ഇപ്പോൾ ഈ പച്ചമുളകിൻ്റെ വിത്തോടെ ഒരു നിര നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒറ്റ നിരയുള്ളൂ, വളരെ കുറച്ച് വിത്താണ് പച്ചമുളകിൻ്റെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒറ്റ നിര മാത്രമാണ് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്കിത് മുരിങ്ങയുടെ വിത്തും വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഒരു നിര വെച്ച് കൊടുക്കാം. മുരിങ്ങ വിത്തും ഒറ്റ നിരയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിനിയുള്ളത് നമ്മുടെ ക്യാരറ്റാണ്. അപ്പം ക്യാരറ്റ് കൂടി നമുക്കിതിൻ്റെ അകത്തോട്ടങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു നേരം ക്യാരറ്റ് വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ കയ്യിലുള്ള വിത്ത് എന്ന് പറഞ്ഞാൽ ചീരയാണ്. നല്ല ചുവന്ന ചീരയുടെ വിത്താണ്. അത് നമുക്ക് ഒരു നിര ലാസ്റ്റ് ഒരു നിര അത് വെച്ച് കൊടുത്ത് അതിന് ശേഷം നമ്മൾ സെറ്റായി. അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് തളിച്ച് കൊടുക്കും കേട്ടോ. സ്പ്രേ ചെയ്താണ് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഈ വിത്തൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഇത് സ്പ്രേ ചെയ്ത് സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇതിന് ശേഷം ഒരു ട്രേയോടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത്. അപ്പം 2 ട്രേ ഇപ്പോൾ സാധനം നമുക്കുണ്ട്. അപ്പോൾ നമുക്കിനി ഒരാഴ്ചയോളം വെയിറ്റ് ചെയ്യാം. നമുക്കിത് എന്താകും എന്തോരമൊക്കെ മുളച്ച് വരുമെന്ന് നോക്കാം, എവിടെ വരെയാവും നോക്കാവേ. അപ്പം സ്റ്റേ ട്യൂൺഡ്, അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കി വിശേഷങ്ങൾ. ബായ്.